നമസ്കാരം. ദേവകി ആസ്ട്രോ സെർച്ചിലേക്ക് സ്വാഗതം. 2024 മെയ് 1 വ്യാഴം മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് പ്രവേശിച്ചത്. 2024 ഒക്ടോബർ 9 മുതൽ വ്യാഴം വക്രഗതിയിലായി മാറിയിരുന്നു. എന്നാൽ ഈ വർഷം 2025 ഫെബ്രുവരി 4 വക്രഗതി മാറി നേർസഞ്ചാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. കൂടാതെ വ്യാഴവും ശുക്രനും പരിവർത്തന യോഗത്തിലുമാണ്. വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ശുക്രൻ ഉച്ചത്തിലും ശുക്രൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴവും സ്ഥിതി ചെയ്യുന്നു. അതിനാണ് പരിവർത്തന യോഗം എന്ന് പറയുന്നത്. വ്യാഴത്തിൻ്റെ വക്രഗതി മാറിയ നേർസഞ്ചാരത്തിലേക്ക് എത്തുമ്പോൾ വ്യാഴം ശക്തനാകുകയാണ്. വ്യാഴം പ്രസാദിച്ചാൽ മാത്രമേ ധനം, സമ്പാദ്യം, സന്തോഷം, കുടുംബസുഖം, ആത്മജ്ഞാനം, സന്താന ഗുണം എന്നീ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നുള്ളൂ. ജാതകത്തിലെ വ്യാഴസ്ഥിതി മനസ്സിലാക്കി സ്വന്തം ദശയും അപഹാരവും മനസ്സിലാക്കി ജാതക വിശകലനം ചെയ്ത് യഥാവിധി വഴിപാടുകളും സമർപ്പിച്ചാൽ മാത്രമേ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നുള്ളൂ. അതറിയുന്നതിനായി നിങ്ങളുടെ ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ എൻ്റെ വാട്സാപ്പിലേക്ക് ടെക്സ്റ്റ് ചെയ്യുക. എന്നാൽ വ്യാഴം നേർസഞ്ചാരത്തിലേക്ക് വരുമ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണാനുഭവങ്ങളാണ് ലഭിക്കുന്നതെന്ന് പരിശോധിക്കാം. ആദ്യമായി മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ മാറ്റം നല്ല ഗുണാനുഭവങ്ങൾ തരുന്നതാണ്. ധനം, വാക്ക്, കുടുംബം എന്നീ ഭാവങ്ങളിൽ സർവേശ്വരകാരകനായ വ്യാഴം നേർഗതിയിലേക്ക് വരുന്നു. നിങ്ങളുടെ ഭാഗ്യാധിപനായ വ്യാഴമാണ് 2ാം ഭാവത്തിൽ ഭാഗ്യം, നേട്ടങ്ങൾ തന്നുകൊണ്ട് നിൽക്കുന്നത്. അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. ദോഷാനുഭവങ്ങൾ വിട്ടുപോകുന്നതാണ്. ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നതിനും ശത്രുശല്യം കുറയുന്നതിനും ഇടയാകും. പിതൃധനം സ്വന്തമാക്കുന്നതിനും വിദേശ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാവുകയും കർമ്മരംഗത്ത് ഉയർച്ചകളും നേട്ടങ്ങളും ഉണ്ടാകുന്നതുവഴി പ്രശസ്തിയും വന്നു ചേരും. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. വിദേശ വിപണനവും സാധ്യമാകും. വിദേശയാത്രയ്ക്കായി ഒരുങ്ങിയിരിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം സാധ്യമാകും. പിതൃസ്വത്ത് സ്വന്തം പേരിലാകുന്നതിനും ഇടയാകും. അവയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും. കർമ്മരംഗത്ത് ഇപ്പോഴുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. വ്യവഹാരങ്ങളിൽ നിന്നും വിജയം കാണാനാകുന്നതാണ്. ക്രയവിക്രയങ്ങൾ നടന്നു കിട്ടും. രോഗശമനം, നല്ല ആരോഗ്യം എന്നിവ പ്രതീക്ഷിക്കാം. പഴയ കടബാധ്യതകൾ ഉള്ളവർക്ക് വീട്ടി തീർക്കാനാകും. വിദ്യാഭ്യാസ ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതാണ്. എല്ലാ തരത്തിലുള്ള സ്വഭാവ രൂപീകരണം ഉണ്ടാകും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ഇതുവരെയുള്ള അപവാദങ്ങളിൽ നിന്നെല്ലാം മോചനമുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസം സാധ്യമാകും. ബുദ്ധിപൂർവം ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനും അറിവ് വർദ്ധിച്ചു വരുന്നതായും കാണാം. കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടി തീർക്കാനാകും. ശത്രുശല്യം കുറയുവാനും രോഗശമനത്തിനും ഇടയാകും. നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക് ഗുണപ്രദമാണ്. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനും ആകും. ഇടവക്കൂറ്. കാർത്തികയുടെ ബാക്കി 3/4 ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ നേർസഞ്ചാരം എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ജന്മരാശിയിൽ വക്രസ്ഥിതി മാറി നേർഗതിയിലെത്തിയ വ്യാഴം 11ാം ഭാവാധിപൻ കൂടിയാണ്. ഈ 11ാം ഭാവാധിപനായ വ്യാഴവും രാശ്യാധിപനായ ശുക്രനും പരിവർത്തന യോഗത്തിലാണ്. ജന്മരാശിയിൽ ഈ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് വ്യക്തിത്വ വികാസം ഉണ്ടാകും. ആത്മജ്ഞാനം വർദ്ധിക്കുകയും ബുദ്ധിപൂർവം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനും ആകും. വിവേകബുദ്ധി വർദ്ധിക്കും. നന്മ തിന്മകൾ മനസ്സിലാക്കി ഏതു വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനും ആകും. പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതാണ്. 5ാം ഭാവത്തിലേക്കും ഭാഗ്യഭാവത്തിലേക്കുമുള്ള ദൃഷ്ടി മൂലം മാനസിക പ്രയാസങ്ങൾ കുറയുന്നതാണ്. നല്ല ചിന്തകൾ ഉടലെടുക്കുകയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും ആകും. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. സുഹൃത്തുക്കൾ മുഖേനയും സാമൂഹിക ബന്ധം വർദ്ധിക്കുന്നത് വഴിയും നേട്ടങ്ങൾ ഉണ്ടാകും.
ഉന്നത വ്യക്തികളുമായി ഇടപഴകുന്നതിനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും. സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാം. അഷ്ടമാധിപൻ കൂടിയായ വ്യാഴം ജന്മത്തിൽ ഉള്ളതിനാൽ ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. മനസമാധാനം ഉണ്ടാകും. എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റം കാണാനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകാനാകും. ഉന്നത പഠനവും സാധ്യമാകും. വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനും സന്താന സൗഭാഗ്യത്തിനും ഇടയുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളെല്ലാം മാറി അനുയോജ്യമായവ തന്നെ കണ്ടെത്താനാകും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനും അവസരങ്ങൾ വന്നുചേരും. പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും. എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. അപമാനിതരാകാൻ ഇടയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തിയെടുക്കുന്നതിനും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനും ആകും. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളും വന്നുചേരും. ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകും. മിഥുനക്കൂറ് മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് 7-ാം ഭാവാധിപനും 10-ാം ഭാവാധിപനുമായ വ്യാഴമാണ് 12-ൽ വക്രത്തിൽ സഞ്ചരിച്ച് ഇപ്പോൾ നേർഗതിയിലേക്ക് വന്നിരിക്കുന്നത്. വിദേശ പഠനത്തിന് വന്നുപെട്ടിരിക്കുന്ന തടസ്സങ്ങളെല്ലാം മാറി വിദേശത്ത് പോകാൻ അവസരമുണ്ടാകും. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തൊഴിൽ സാധ്യമാകും. സ്ഥാനഭ്രംശം, തൊഴിൽ മാറ്റം, ഭാവിയിൽ ഗുണപ്രദമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കും. വിദേശ വ്യാപാരം, വിദേശ വിപണനം എന്നിവ സാധ്യമാകുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ജീവിത പങ്കാളിയുമായി ആഡംബര ചിലവുകൾ വന്നുപെടാനും വിദേശത്ത് ജോലി ചെയ്യുന്ന പങ്കാളിയെ ലഭിക്കുന്നതിനും ഇടയാകും. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുവാനും ഇടയുണ്ട്. ഏതൊരു ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. കുടുംബത്തിൽ സുഖം, സന്തോഷം എന്നിവ അനുഭവപ്പെടും. വീട് വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും വസ്തു ക്രയവിക്രയം ചെയ്യുന്നതിനും പുതിയത് വാങ്ങി സ്വന്തം പേരിലാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. പിതൃസ്വത്ത് ലഭിക്കുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും. മനസ്സംഘർഷം കുറയും. അതിനാൽ ഉറക്കക്കുറവ് മാറി സുഖനിദ്ര സാധ്യമാകും. വിലപിടിപ്പുള്ള വസ്തുക്കൾ ലഭിക്കുന്നതാണ്. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. കർമ്മരംഗത്ത് പലവിധ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നതാണ്. രോഗശമനം, ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം മാറിക്കിട്ടുന്നതാണ്. കോടതി വ്യവഹാരങ്ങളിൽ അനുകൂല വിധിയുണ്ടാകും. കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടി തീർക്കാനാകും. ശത്രുശല്യം കുറയാം. നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്കും ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമാണ്. നല്ല ഉൾക്കാഴ്ച, അറിവ്, കാഴ്ചപ്പാടുകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, നല്ല ചിന്തകൾ, രോഗമുക്തി എന്നിവയാൽ സന്തോഷകരമാകും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനും ആകും. കർക്കിടകക്കൂറ് പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് 6-ാം ഭാവാധിപനും ഭാഗ്യാധിപനുമായ വ്യാഴമാണ് 11-ാം ഭാവത്തിൽ വക്രഗതിയിൽ നിന്നും നേർസഞ്ചാരത്തിലേക്ക് വന്നിരിക്കുന്നത്. നിരവധി സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. ദീർഘകാലമായി സ്വപ്നം കണ്ട് നടന്ന പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതാണ്. കർമ്മരംഗത്ത് ഇതുവരെ നേരിട്ടുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാകും. സഹപ്രവർത്തകരുമായി യോജിച്ച് മുന്നോട്ടു പോകാനാകും. സുഹൃത്തുക്കൾ വഴി സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. സാമൂഹ്യ ബന്ധങ്ങളും ഉയർച്ചയിലേക്ക് എത്തിക്കും. ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറി വരുന്നതാണ്. അച്ഛനിൽ നിന്നും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾ നടത്തുന്നത് വഴിയും ഉന്നത പഠനം സാധ്യമാകുന്നത് വഴിയും അങ്ങനെ അവരുടെ മാറ്റങ്ങളിൽ ആനന്ദിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. കോടതി വ്യവഹാരങ്ങളിൽ നിന്നും അനുകൂല വിധി ഉണ്ടാകുന്നതാണ്. സ്ഥാനമാന നേട്ടങ്ങളും പേരും പ്രശസ്തിയും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും. 11-ാം ഭാവാധിപനായ ശുക്രനും ഭാഗ്യാധിപനായ വ്യാഴവും പരിവർത്തന യോഗത്തിലാണ്. ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ആശയവിനിമയ ശേഷി വർദ്ധിക്കും. സഹോദരങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും.
ബിസിനസ്സിൽ നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും. പിതൃസ്വത്ത് സ്വന്തം പേരിലാകാനും ഇടയുണ്ട്. ബുദ്ധിപൂർവം ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനും അവ നടപ്പിലാക്കാനും ആകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. ഉന്നത പഠനം സാധ്യമാകും. വിദേശത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട്. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന കാലമാണ്. ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും ബുദ്ധിപൂർവം പല ചിന്തകൾ ഉടലെടുക്കുന്നതിനും പല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കാനും ആകും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ദമ്പതി സൗഖ്യം ഉണ്ടാകും. വിവാഹബന്ധം ഊഷ്മളമാകും. ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. പിരിയാനായി കാത്തിരുന്ന ദമ്പതികൾ പോലും ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് ഒന്നിക്കാനിടവരും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് വഴി ബിസിനസ് ഗുണപ്രദമാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുന്നതിനും ഉചിതമായ സമയത്ത് തന്നെ അവ ചെയ്തു തീർക്കാനും ആകും. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് 5ാം ഭാവാധിപനും അഷ്ടമാധിപനുമായ വ്യാഴമാണ് 10ാം ഭാവത്തിൽ വക്രഗതിയിലായി ഇരുന്നിട്ട് ഇപ്പോൾ നേർഗതിയിലേക്ക് വന്നിരിക്കുന്നത്. കർമ്മരംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവരിൽ നമ്മെ പ്രശംസിക്കാൻ ഇടയാകും. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൊഴിൽ മാറ്റം, തൊഴിലിൽ ഉന്നതി, സ്ഥാനക്കയറ്റം, പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രീതി പിടിച്ചു പറ്റുന്നതിനും സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനും ആകും. നേതൃതലത്തിലേക്ക് വന്നു ചേരുന്നതിനും അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ അവ നേട്ടങ്ങളായി മാറാനും ഇടയുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും ഇടയുണ്ട്. ധനസ്ഥിതി വർദ്ധിക്കുമെങ്കിലും സമ്പാദ്യം ഉണ്ടാകണമെന്നില്ല. അപ്രതീക്ഷിതമായി വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനനേട്ടം ഉണ്ടാകും. ചിലർക്കാകട്ടെ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനും ഇപ്പോഴുള്ള മൂല്യങ്ങളെ സംരക്ഷിച്ച് മുന്നോട്ടു പോകാനും ആകും. മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുന്നതിനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങളും ഉണ്ടാകും. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന കാലഘട്ടമാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും വന്നുചേരും. ആത്മീയത വർദ്ധിച്ചു വരുന്നതാണ്. എല്ലാ കാര്യത്തിലും ഒരു സന്തോഷം, പേര്, പ്രശസ്തി എന്നിവ ഉണ്ടാകുന്നതാണ്. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ വീട് വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും വസ്തു സ്വന്തം പേരിലാകുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യമാകും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണപ്രദമാണ്. നാൽക്കാലി പരിപാലനം ഗുണപ്രദമാവുകയും ചെയ്യും. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരും. കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടി തീർക്കാനാകും. തിരിച്ചടവിനുള്ള മാർഗങ്ങൾ കണ്ടെത്താനും സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്തി മുന്നോട്ടു പോകാനാകും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ഭാഗ്യ അനുഭവങ്ങൾക്കും എല്ലാ പ്രവൃത്തിയിലും വിജയിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ്. സ്വഭാവങ്ങൾക്ക് മാറ്റമുണ്ടാകാനും അവ നല്ലതായി തീരാനും മാനസിക സംഘർഷങ്ങൾ വിട്ടുമാറി പോകുന്നതുമാണ്. കന്നിക്കൂറ് ഉത്രത്തിൻ്റെ ബാക്കി 3/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് 4ഉം 7ഉം ഭാവാധിപനായ വ്യാഴമാണ് ഭാഗ്യഭാവത്തിൽ വക്രഗതി നീങ്ങി നേർസഞ്ചാരത്തിലേക്ക് വന്നിരിക്കുന്നത്. ഭാഗ്യാധിപനായ ശുക്രൻ 7ലും പരിവർത്തനത്തിലാണ്. സ്വന്തം അമ്മയ്ക്കും ജീവിത പങ്കാളിക്കും നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. മാതാപിതാക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വസ്തു വാങ്ങുന്നതിനും പിതൃസ്വത്ത് സ്വന്തം പേരിലാകുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യമാകും. സൽബുദ്ധി പ്രയോഗിച്ച് പലവിധ നല്ല കാര്യങ്ങളും നടപ്പിലാക്കാനാകും. വിവേകപൂർവം നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും ആകും. ഓഹരി വിപണിയിൽ ഗുണപ്രദമാകും. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകും. വ്യക്തിത്വ വികാസം ഉണ്ടാകും. സ്വഭാവത്തിൽ വരെ മാറ്റങ്ങൾ പ്രകടമാകും. തന്നെ മറ്റുള്ളവർ ആകർഷിക്കുന്നതിനും തൻ്റെ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതുമാണ്.
ഉന്നത പഠനവും സാധ്യമാകും. ബുദ്ധിപൂർവം അറിവ് സമ്പാദിക്കുന്നതിനും പഠനത്തിൽ തിളക്കമാർന്ന വിജയം ലഭിക്കുന്നതുമാണ്. എഴുത്തുകാർക്കും ഗ്രന്ഥകാരന്മാർക്കും പ്രഭാഷകർക്കും ഗുണപ്രദമാണ്. മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല പേരും പ്രശസ്തിയും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആശയവിനിമയ ശേഷി വർദ്ധിക്കും. മറ്റുള്ളവരുമായി ഇടപഴകാൻ അവസരങ്ങൾ വന്നു ചേരും. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട്. അനുയോജ്യമായ ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കുന്നതിനും ഇടയാകും. മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാൻ ഇടയുണ്ട്. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന കാലഘട്ടമാണ്. സന്താനങ്ങളിൽ നിന്നും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. അവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ വന്നു ചേരും. പ്രണയബന്ധം ഉടലെടുക്കും. പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ആകും. സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. രോഗശമനം, നല്ല ആരോഗ്യം എന്നിവ ഉണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതാണ്. ദൈവാധീനം വേണ്ടുവോളം ഉള്ള ഒരു സമയമാണ്. മാനസിക പ്രയാസങ്ങൾ കുറയുന്നതിനും സുഖവും സന്തോഷവും വർദ്ധിച്ചു തന്നെ നിൽക്കും. തുലാക്കൂർ ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് 3ഉം 6ഉം ഭാവാധിപനായ വ്യാഴമാണ് അഷ്ടമഭാവത്തിൽ വക്രഗതി മാറി നേർസഞ്ചാരത്തിലേക്ക് വന്നു ചേരുന്നത്. 6ആം ഭാവാധിപനായ വ്യാഴവും അഷ്ടമാധിപനായ ശുക്രനും പരിവർത്തന യോഗത്തിലാണ്. കർമ്മരംഗത്ത് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം ഉണ്ടാകും. അറിവ് വർദ്ധിക്കുന്നതിനും തൻ്റെ കാഴ്ചപ്പാടുകൾ മാറി മറിയുന്നതിനും ഇടയാകും. ഗവേഷണ മേഖലയിലും ഇൻ്റലിജൻസ് വിഭാഗത്തിലും ജോലി ചെയ്യുന്നവർക്ക് ഗുണപ്രദമാണ്. നല്ല ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. വ്യവഹാരങ്ങളിൽ വിജയം ഉറപ്പാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനാകും. കടബാധ്യതകളിൽ നിന്നും മോചനം ഉണ്ടാകും. കടം കൊടുത്ത തുക തിരികെ ലഭിക്കുന്നതുമാണ്. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനും ആകും. അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകാനും ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾക്കും ഇടയാകും. പങ്കാളിയുടെ സ്വത്ത് ക്രയവിക്രയം ചെയ്യുന്നത് വഴിയോ ലോട്ടറി ലഭിക്കുന്നത് വഴിയോ ഇൻഷുറൻസ് തുക ലഭിക്കുന്നത് വഴിയോ സാമ്പത്തിക നേട്ടം വന്നു ചേരും. സുഖച്ചിലവുകൾ വർദ്ധിക്കും. വിദേശയാത്ര തരപ്പെടുന്നതാണ്. ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരും. പഠന ആവശ്യങ്ങൾക്കായിട്ടോ തൊഴിലുമായി ബന്ധപ്പെട്ടോ വിദേശയാത്ര ഉണ്ടാകും. വിദേശയാത്രയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. ശുഭകാര്യങ്ങൾക്കായി ധനച്ചിലവുകൾ വന്നു ചേരുന്നതാണ്. ഭാവിയിലേക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്ക് ധനം മുടക്കാനാകും. സാമ്പത്തിക സ്ഥിതി പുരോഗമിക്കും. അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാൻ ഇടയുണ്ട്. കുടുംബ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുന്നതാണ്. ബന്ധുസമാഗമം, ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ ഉണ്ടാകും. വസ്തു, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ വീട് സ്വന്തമാക്കുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് വഴിയും മനസ്സന്തോഷം അനുഭവിക്കാനിടയാകും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാണ്. കൃഷിയിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വാഹനം ഇടപാടുകാർക്ക് ധനം വന്നു ചേരുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ചു തന്നെ നിൽക്കും. ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗപ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. രോഗശമനം, നല്ല ആരോഗ്യം എന്നിവ ഉണ്ടാകുന്നതാണ്. വൃശ്ചികക്കൂർ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് 2ഉം 5ഉം ഭാവാധിപനായ വ്യാഴമാണ് 7ആം ഭാവത്തിൽ വക്രഗതി മാറി നേർസഞ്ചാരത്തിലേക്ക് വന്നിരിക്കുന്നത്. 7ആം ഭാവാധിപനായ ശുക്രനും 5ആം ഭാവാധിപനായ വ്യാഴവും പരിവർത്തന യോഗത്തിലാണ്. മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. ഉൾക്കാഴ്ചകൾക്ക് മാറ്റം വരുന്നതാണ്. ആത്മജ്ഞാനം വർദ്ധിക്കുകയും ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കുകയും സ്വന്തം വ്യക്തിത്വം ആകർഷകമാകുന്നതിനും ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകാനും ആകും. ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും ധൈര്യപൂർവ്വം ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും.
ആത്മജ്ഞാനം വർദ്ധിക്കുന്നതാണ്. വിവാഹാലോചനകൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി വരുന്നതായി കാണാം. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനും ഇടയുണ്ട്. പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ആകും. ദമ്പതികളുടെ ഇടയിൽ ഇതുവരെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി യോജിച്ചു വരുന്നതായി കാണാം. ദമ്പതി സൗഖ്യം ഉണ്ടാകും. എതിർലിംഗക്കാരുമായി താല്പര്യം വർദ്ധിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ നേട്ടങ്ങൾ കൊയ്യാനും ആകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് വിജയിക്കാനാകും. പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനും പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനും കരാറുകൾ ഒപ്പുവെക്കുന്നതിനും സാധ്യമാകും. ഉന്നത വ്യക്തികളുമായി ബന്ധം പുലർത്താൻ അവസരമുണ്ടാകും. മറ്റുള്ളവരുമായി നല്ല ഇടപെടലുകൾ ഉണ്ടാകും. ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നതാണ്. പൊതുപ്രവർത്തകർക്ക് രാഷ്ട്രീയക്കാർക്കും നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശയോഗം ഉണ്ടാകും. യാത്രകളും സുഹൃത്ത് സമാഗമം സാമൂഹിക ബന്ധങ്ങൾ വർദ്ധിക്കുന്നത് വഴി സൗഹൃദങ്ങളും വർദ്ധിച്ചു വരുന്നതാണ്. ധനുക്കൂർ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ജന്മരാശ്യാധിപനും 4ാം ഭാവാധിപനുമായ വ്യാഴമാണ് 6ൽ വക്രഗതി മാറി നേർസഞ്ചാരത്തിലേക്ക് വരുന്നത്. 6ാം ഭാവാധിപനായ ശുക്രനും 4ാം ഭാവാധിപനായ വ്യാഴവും പരിവർത്തന യോഗത്തിലാണ്. അതിനാൽ കർമ്മരംഗത്ത് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. തൊഴിലിൽ പ്രായോഗിക ബുദ്ധി വർദ്ധിക്കുകയും ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി മേലുദ്യോഗസ്ഥരുടെ പ്രീതിയും സഹപ്രവർത്തകരുമായും യോജിച്ച് മുന്നോട്ടു പോകാനും ആകും. തൊഴിലിടത്ത് കാര്യക്ഷമത, അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കാനും തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ്. തൊഴിലിൽ ഉയർച്ച, ഉന്നതി എന്നിവ പ്രതീക്ഷിക്കാം. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. വിദേശ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ശത്രുശല്യം കുറയാം. കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടി തീർക്കാനും ആകും. എന്നാൽ ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ധനവിനിയോഗം ശ്രദ്ധിക്കണം. ധനച്ചിലവുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ്. ക്ഷമാശീലം അത്യന്താപേക്ഷിതമാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ആഗ്രഹിക്കുന്നതിനനുസരിച്ച് തന്നെ മുന്നോട്ടു പോകാനാകും. ഗുരുക്കന്മാരുടെ അനുഗ്രഹ ആശസ്സുകൾ ലഭിക്കുന്നതാണ്. മുതിർന്നവരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും നിർദ്ദേശങ്ങൾ തേടി മുന്നോട്ടു പോയാൽ മനസംഘർഷം കുറഞ്ഞ് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. നല്ല ഉറക്കം ലഭിക്കുന്നതാണ്. കുടുംബത്തുള്ളവരുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. ആശയവിനിമയ ശേഷി വർദ്ധിക്കും. സുഖസൗകര്യങ്ങളും വർദ്ധിച്ചു വരുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകും. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നവർക്ക് ഒരു ആശ്വാസമുണ്ടാകുന്നതാണ്. രോഗശമനം പ്രതീക്ഷിക്കാം. ഷുഗർ സംബന്ധമായ രോഗങ്ങളും രക്തദൂഷ്യങ്ങളും അലട്ടിക്കൊണ്ടിരുന്നവർക്ക് ഒരു ആശ്വാസമുണ്ടാകും. ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല സുഖാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. മകരക്കൂർ ഉത്രാടത്തിന്റെ ബാക്കി 3/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് 3ഉം 12ഉം ഭാവാധിപനായ വ്യാഴമാണ് 5ാം ഭാവത്തിലേക്ക് സഞ്ചാരത്തിലേക്ക് വരുന്നത്. അവിടെ 5ാം ഭാവാധിപനായ ശുക്രനും 3ാം ഭാവാധിപനായ വ്യാഴവും പരിവർത്തന യോഗത്തിലുമാണ്. ബുദ്ധിപൂർവം ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകാനാകും. പല ചിന്തകളും നല്ല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാനാകും. കർമ്മരംഗത്ത് തൊഴിൽ മാറ്റം, ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കുന്നതിനും തൊഴിലിൽ തന്നെ നേതൃസ്ഥാനം വഹിക്കുന്നതിനും ആകും. ആത്മജ്ഞാനം വർദ്ധിക്കും. ആശയവിനിമയ ശേഷി വർദ്ധിച്ചു വരുന്നതായി കാണാം. അധ്യാപനം പോലെയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പല ലക്ഷ്യങ്ങളും സാധിച്ചെടുക്കാനാകും. അച്ഛനിൽ നിന്നും പലവിധ നേട്ടങ്ങൾക്കും ഇടയാകും. സാമൂഹിക ബന്ധങ്ങൾ വർദ്ധിക്കും. ഉന്നത വ്യക്തികളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. ഓഹരി വിപണിയിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സഹോദരങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളും ഉണ്ടാകും. സന്താനങ്ങളിൽ നിന്നും നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനും അവസരങ്ങൾ വന്നു ചേരും. ഉന്നത പഠനത്തിനായി പ്രവേശനം ലഭിക്കുന്നതിനും പലവിധ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും. വിദേശയാത്ര തരപ്പെടുന്നതാണ്. പഠന ആവശ്യങ്ങൾക്കായി വിദേശയാത്രയും ഉണ്ടാകും. വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും.
പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ആകും. പ്രണയിതാക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് തെറ്റിദ്ധാരണകളെല്ലാം മാറി നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകാനാകും. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കുന്നതാണ്. വിവേചന ബുദ്ധി, വ്യക്തിത്വ വികാസം, പലവിധ വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനുള്ള മാനസികാവസ്ഥ സംജാതമാകും. സന്തോഷവും സമാധാനവും ഉണ്ടാകും. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ കാണാനാകും. മാനസികമായ പ്രയാസങ്ങളെല്ലാം മാറി വരുന്നതായി കാണാനും സാധിക്കും. കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് 2ാം ഭാവാധിപനും 11ാം ഭാവാധിപനുമായ വ്യാഴമാണ് 4ാം ഭാവത്തിൽ നേർസഞ്ചാരത്തിലേക്ക് വരുന്നത്. 2ാം ഭാവാധിപനായ വ്യാഴവും 4ാം ഭാവാധിപനായ ശുക്രനും പരിവർത്തന യോഗത്തിലാണ്. കുംഭക്കൂറുകാർക്ക് ശുക്രൻ യോഗകാരകനാണ്. കുടുംബത്തിൽ പലവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകും. ധനാഗമനം വരുന്നത് വഴി സാമ്പത്തിക പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനാകും. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളും വാങ്ങാൻ അവസരങ്ങൾ ഉണ്ടാകും. ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ്. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വീട് സ്വന്തമാക്കുന്നതിനും വസ്തു ക്രയവിക്രയം ചെയ്യാനും വസ്തു സ്വന്തം പേരിലാകുന്നതിനും വാഹനം പുതിയത് മാറി വാങ്ങുന്നതിനും സാധ്യമാകും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും. കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. ആശയവിനിമയ ശേഷി ഗുണപ്രദമാകും. കാർഷിക രംഗം ഗുണപ്രദമാകും. കൃഷിയിൽ നിന്നും ആദായവും ലഭിക്കും. അച്ഛൻ വഴി സഹായങ്ങൾ പ്രതീക്ഷിക്കാം. ഇഷ്ടഭക്ഷണ സമൃദ്ധി, സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാകും. എന്നാൽ ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. ധനകാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം. പ്രകോപനപരമായി ഇടപെടരുത്. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇടയുണ്ട്. ജീവിത പങ്കാളി വഴിയോ ഇൻഷുറൻസ് മുഖേനയോ ധനാഗമനങ്ങൾക്ക് സാധ്യതയുണ്ട്. ദൂരദേശ യാത്രകൾക്കും സാധ്യത കാണുന്നുണ്ട്. പലവിധ സ്കോളർഷിപ്പുകളും ലഭിക്കുവാൻ ഇടയുണ്ട്. കർമ്മരംഗത്ത് താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആകും. മേലധികാരിയും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാനാകും. കർമ്മരംഗത്ത് ഉന്നതി, സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. മീനക്കൂർ പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്തരട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് സ്വന്തം രാശ്യാധിപനും 10ാം ഭാവാധിപനുമായ വ്യാഴമാണ് 3ാം ഭാവത്തിൽ വക്രഗതി മാറി നേർസഞ്ചാരത്തിലേക്ക് വരുന്നത്. 3ാം ഭാവാധിപനും സ്വന്തം രാശ്യാധിപനുമായ വ്യാഴവും ശുക്രനും പരിവർത്തന യോഗത്തിലുമാണ്. അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകും. ധൈര്യം, വീര്യം, മത്സരബുദ്ധി എന്നിവ വർദ്ധിക്കും. തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതിനും ഇടയാകും. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അവയിലുള്ള താല്പര്യവും വർദ്ധിച്ചു വരുന്നതായി കാണാം. ആശയവിനിമയ ശേഷി വർദ്ധിക്കും. സഹോദരങ്ങളിൽ നിന്നും പലവിധ ഗുണാനുഭവങ്ങളും ഉണ്ടാകും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട്. എന്നാൽ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ട സമയക്കാലമാണ്. പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ്. പുതിയ പ്രണയ ചിന്തകൾ ഉടലെടുക്കും. അറിയാനുള്ള ആഗ്രഹങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ്. പിതൃസ്വത്ത് സ്വന്തം പേരിലാകുന്നത് വഴിയും വസ്തു വഴി നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. ജീവിത പങ്കാളിയിൽ നിന്നും പലവിധ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബത്ത് പലവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നത് വഴി മനസ്സന്തോഷം ഉണ്ടാകും. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നോ ഇൻഷുറൻസ് മുഖേനയോ ലോട്ടറി വഴിയോ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. പിതൃസ്വത്ത് സ്വന്തം പേരിലായി അവയിൽ നിന്നും വിൽപ്പന നടത്തിയും ലാഭം ഉണ്ടാകാം. ശാസ്ത്രരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാമെങ്കിലും തർക്ക സ്വഭാവം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ദൈവാധീനത്താൽ എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ക്ഷമയോടെ പ്രവൃത്തികളിൽ ഏർപ്പെട്ടാൽ നഷ്ടങ്ങൾ ഒഴിവാക്കാം.
സുഖചെലവുകൾ വർദ്ധിക്കും. ദമ്പതി സൗഖ്യം ഉണ്ടാകും. ദൂരദേശ യാത്രകളും വിലപിടിപ്പുള്ള വസ്തുക്കൾ ലഭിക്കുന്നതിനും ഇടയാകും. എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. അപവാദങ്ങൾ കേൾക്കാൻ ഇടയാകും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. ആരോഗ്യ പ്രശ്നങ്ങൾ മാറി കിട്ടുന്നതാണ്. തന്നെ മറ്റുള്ളവർ ആകർഷിക്കുന്നതിനും സുഖം, സന്തോഷം, ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും ഇടയാകും. ഇത്രയും കാര്യങ്ങളാണ് 12 രാശികളിലായി സ്ഥിതി ചെയ്യുന്ന 27 നക്ഷത്രക്കാരും ഈ വരുന്ന കാലഘട്ടങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഗുണാനുഭവങ്ങൾ 2025 മെയ് 14 വരെ യോഗമുള്ള അവസ്ഥയിലാണ്. ഈ ഫലങ്ങളെല്ലാം ഗോചര ഫലങ്ങളായതിനാൽ കൂടുതൽ ഫലം അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക. ഈ ചാനലിലെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദേവകി ആസ്ട്രോ റിസർച്ച് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.